ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. ഹോംലി കുക്കിൽ ഇന്ന് തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോമ്പിലല്ല, എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് തരിക്കഞ്ഞി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തരിക്കഞ്ഞി ചെയ്യുന്നത് നോക്കാം. തരിക്കഞ്ഞി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത സേമിയ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ചവ്വരി നന്നായിട്ട് കഴുകിയെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് റവ ചേർക്കുന്നുണ്ട്. റവയ്ക്ക് അധികം വേവില്ല, പക്ഷേ സേമിയയ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നത്. തരിക്കഞ്ഞിക്ക് സേമിയയും ചവ്വരിയും ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്താൽ പ്ലെയിൻ ആയിട്ടിരിക്കാതെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചേർക്കുന്ന താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങയിൽ നിന്നുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കട്ട കിട്ടും. കട്ട കിട്ടിയാൽ പിന്നെ ഭയങ്കര പാടാണത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അങ്ങ് വിതറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ഒരു 2-3 മിനിറ്റ് മതി, റവ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ റവ ഇവിടെ വെന്ത് പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1-ാം പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്താൽ പിന്നെ അധികം തിളയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പശുവിൻ പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച പാലാണ്. അപ്പോൾ ഇതുകൂടെ നന്നായിട്ടങ്ങ് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കുകയാണ്. ആദ്യം നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നട്ട്സ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ബോളായിട്ട് മാറും. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു 3-4 ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി മൂപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നട്ട്സും കിസ്മിസും ആ വറുത്ത നെയ്യ് അങ്ങനെ തന്നെ തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചുവന്നുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തരിക്കഞ്ഞിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.